MSTasteTouchിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ ഒരു നെയ്ച്ചോറിൻ്റെയും ബീഫിൻ്റെയും പരിപ്പ് കറിയുടെയും റെസിപ്പിയുമായിട്ടാണ്. ആദ്യം നമുക്ക് ബീഫ് കറി തയ്യാറാക്കാം. ഈ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ച് തന്നെ ഇത് വറുത്തെടുക്കണം. ഇതിലേക്ക് 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണിത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഇട്ട ഉടൻ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കുക്കറിൻ്റെ ചൂടുകൊണ്ട് പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താലും മതി. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാം. ഈ കുക്കറിലേക്ക് 3/4 കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളമൊഴിച്ച് വേവിക്കണം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഈ ജാറിലേക്ക് 3 ചെറിയ ഉള്ളിയും 1/2 കപ്പ് തേങ്ങ ചിരവിയതും ചേർക്കാം. അരക്കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ 6 വിസിൽ വന്ന് ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അധികം വെന്ത് അലിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഴുകി ഒഴിക്കാം. ഇപ്പോൾ ഇത് തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി 2 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി തയ്യാറായി. ഇതുപോലെ ഒരു കുറുകിയ പരുവമാണ് ഇതിന് വേണ്ടത്. ഇനി ബീഫ് എന്തോന്ന് നോക്കാം.
ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറിനുള്ള ബീഫ് കറിയും തയ്യാറായി. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. ഇതും ഞാനൊരു കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. കുക്കർ ചൂടായിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു ബേ ലീഫ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തക്കോലം, 3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നാൽ മതി, കളറൊന്നും മാറേണ്ട. ഇനി നമുക്ക് 5 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് അല്പം മുൻപന്തിയിൽ നിൽക്കുന്ന വിധം വേണം ചേർക്കാൻ. ഇനി 1/2 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഒരു രമ്പയില ചേർക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഈ വെള്ളമൊന്ന് തിളച്ചു വരണം. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2.5 കപ്പ് കൈമ റൈസ് കഴുകി 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഊറ്റിയെടുത്തതാണിത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ സ്റ്റീം കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം തുറക്കാൻ. ഇനി നമുക്ക് കുറച്ച് സവാളയും കാഷ്യൂ നട്ട്സും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കണം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ മാറി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂട്ടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. റൈസ് ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്.
ഇനി ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂനട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റിയായ നെയ്ച്ചോറും ബീഫും പരിപ്പ് കറിയും തയ്യാറായി കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ 3 റെസിപ്പിയും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്